നമ്മുടെ രാജ്യത്ത് മയക്കുമരുന്നിൻ്റെ വ്യാപനത്തിൻ്റെ സ്രോതസ്സ് എന്ന് പറയുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് കാർട്ടലുകളാണ്. ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് കാർട്ടലുകളാണ് നമ്മളെപ്പോലെയുള്ള മൂന്നാം ലോക രാജ്യങ്ങൾക്ക് ഈ മയക്കുമരുന്നുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിൽ ചൈനയെ കീഴ്പ്പെടുത്താൻ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചത് കറുപ്പ് ഇറക്കുമതി ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനാണ് കറുപ്പ് യുദ്ധങ്ങളെന്ന് വിളിക്കുന്നത്. അതേപോലെ ഇപ്പോൾ മൂന്നാം ലോക രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് ഈ മയക്കുമരുന്ന് മാഫിയയും അതിൻ്റെ ലഹരിയുടെ വ്യാപനവും. ഇതിനെതിരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ്റുകൾ കൈക്കൊള്ളേണ്ടതാണ്. ഇപ്പോൾ മയക്കുമരുന്നുകളുടെ കാര്യത്തിൽ അത് കൈവശം വെക്കുന്ന കാര്യത്തിലൊക്കെയുള്ള നിയമങ്ങൾ വളരെ ലഘുവാണ്. ഇത് വളരെ ഗുരുതരമായി ഗൗരവത്തോടുകൂടി ഗവൺമെൻറ്റുകൾ കണ്ട് ആ നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതാണ്. മാത്രമല്ല, ഈ മയക്കുമരുന്നുകൾക്കെതിരെ തദ്ദേശ തലത്തിൽ ജാഗ്രതാ സമിതികൾ സംഘടിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. വാർഡ് തലത്തിൽ, കേരളം പോലെയുള്ള സമൂഹത്തിൽ, വളരെ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ വാർഡ് തലത്തിൽ പൗരസമൂഹത്തിൻ്റെയും രാഷ്ട്രീയ സമൂഹത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ശക്തമായ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കേണ്ട ആവശ്യമുണ്ട്. അത് നിരീക്ഷിക്കുകയും വേണം. മാധ്യമങ്ങളെപ്പോലെയുള്ള നമ്മുടെ പൊതുസ്ഥാപനങ്ങൾ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ബാലപംക്തി ചെയ്യുന്ന പോലെ, കാർഷികപംക്തി ചെയ്യുന്ന പോലെ ലഹരിക്കെതിരെ ഉള്ള സ്ഥിരമായിട്ടുള്ള ബോധവൽക്കരണവും അഭിപ്രായ രൂപീകരണവും നടത്താൻ വരേണ്ടതാണ്. കേവലം ലഹരി മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മദ്യാസക്തിയും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അതുകൊണ്ട് മദ്യാസക്തിക്കെതിരെയുള്ള ക്യാമ്പയിനും ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശമേ ഇല്ല. പ്രത്യേകിച്ചും ആധുനിക സമൂഹത്തിൽ അരാജകത്വം വളർത്തുന്ന ഇത്തരം ഈ ലഹരി മരുന്ന് മാഫിയയെക്കുറിച്ചുള്ള വിവരണങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ അപകടങ്ങൾ, ഇതിൻ്റെ ശാരീരികമായും മാനസികമായും ഇത് വരുത്തുന്ന അപകടങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുന്നതിന് പാഠപുസ്തകങ്ങളിൽ ലഹരിയുടെ ദോഷങ്ങളെക്കുറിച്ച് ടെക്സ്റ്റുകൾ രൂപീകരിക്കേണ്ടതാണ്. റിപ്പോർട്ടർ TV നമ്മുടെ സമൂഹത്തിലെ ഇതുപോലെയുള്ള സാമൂഹ്യ ദോഷങ്ങൾക്കെതിരെ എക്കാലവും നിലകൊണ്ടിട്ടുണ്ട്. റിപ്പോർട്ടർ TV നടത്തുന്ന ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിന് വളരെ ഫലപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു.